ഞാൻ ഒരു പിടി ഉപ്പ് ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഉപ്പ് തന്നെയാണ് കേട്ടാ, ചെറിയ പാത്രത്തിലാണ് ഇടുന്നത്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടാ, കറക്റ്റ് ഉപ്പുള്ളത്. അയ്യോ എന്റെ കൈ തരിക്കുന്നു. അതിനകത്ത് ആ ഫ്ലേവർ ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ സ്മെല്ലിൽ കിട്ടുന്നുണ്ട്. ചെന്നവന്റെ നടുവിന് നോക്കി ഒരു ചവിട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇത് നോക്കാം. കുറച്ച് കയ്പ്പ് നമുക്ക് അറിയുന്ന പോലത്തെ സ്മെല്ലായിരിക്കും. നോക്കാം. അത് തന്നെ അത് തന്നെ. ഇതെനിക്ക് വലിച്ചു കയറ്റാൻ പറ്റുന്നുണ്ട്. ഇത് ഇച്ചിരി ഒരു പഞ്ചന്റെ സ്മെല്ല് കേറി നിൽക്കുന്ന പോലെ. നിന്റെ രാജ്യം കോഴിക്കോടെ കുതിരവട്ടമല്ല. ഇനിയിപ്പം ഞാൻ ഇത് കള്ളമല്ല പറയുന്നതെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. എക്സ്പെരിമെന്റ് കാണിച്ചു. കണ്ണടച്ചിട്ട് സ്മെല്ല് ചെയ്ത് നോക്കി പറയാം. നീ കൊണ്ടുവരുമ്പോ പറയണം കേട്ടാ. അത് നല്ല കറിയാണല്ലോ, ഉപ്പ് കൂടുതലുള്ളതല്ല. മറ്റേ അടുത്തെ കൺഫ്യൂഷൻ ആയല്ലോ. മറ്റേ ഒന്നും കൂടെ ഈ രോഗത്തിന് ഒരു ചികിത്സയേ ഉള്ളൂ. രാത്രിയിൽ നാഷണൽ ഹൈവേ കൊണ്ടുപോയി കുറച്ച് ഭൃതിഞ്ചകൻ ലേഹ്യം കൊടുത്ത് ഫുട്പാത്തിൽ മയക്കി കിടത്തുക. രാത്രിയിൽ എഴുന്നേറ്റ് ഏതെങ്കിലും ലോറിക്ക് അടവച്ചോ. ഇതാണ് ഉപ്പ് കൂടുതലുള്ളത്. കറക്റ്റ് ആയിരുന്നോ? ലോകത്ത് പല കള്ളുടിയന്മാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഒരുത്തിന് ആദ്യമായിട്ടാണ് കാണുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്മെല്ലിൽ നിന്ന് ഉപ്പ് വരുമ്പോഴത്തേക്കും ഒരു നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെ നമുക്ക് സ്മെല്ല് കിട്ടും. ഇനി ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ ആ സെയിം സാധനം തന്നെ നമുക്ക് പഞ്ചന്റെ സ്മെല്ലായിട്ടൊക്കെ തോന്നും. നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇത് പറയുമ്പോൾ പലർക്കും മനസ്സിലാവണില്ലായിരിക്കും, അല്ലെ പലർക്കും തോന്നിയൊക്കെ ഇതൊക്കെ ഫുള്ള് ഞാൻ സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്തതാണെന്നുള്ളത്. നിങ്ങൾ എന്ത് വിശ്വസിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. സൗഭാഗ്യം ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം.